Hi, welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. എനിക്കിതൊരു ഫംഗ്ഷന് പോകാനുണ്ട്. സോ സമയമില്ല. ഞാൻ ലാസ്റ്റ് സമയത്താണ് ഈ മേക്കപ്പിന്റെ പരിപാടികളൊക്കെ നോക്കാറ്. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ഇത്രയും നേരമൊക്കെ ഞാൻ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞു. ഇനി ഓട്ടോ ആണ്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കരുതി. അപ്പൊ ഞാൻ ഇടുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഒരു ത്രെഡ് വർക്ക് വരുന്ന ഒരു പീച്ച് ഗ്രീൻ കളർ ഒരു ഗൗൺ ആണിത്. കാണിച്ചുതരാം. ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും നേരമില്ല. പെട്ടെന്ന് പരിപാടി തീർത്തിട്ട് എനിക്ക് വേഗം പോകണം. ഇപ്പൊ സമയം 10:30 ഒക്കെ കഴിഞ്ഞു. എന്റെ ഫ്രണ്ട് 11:30 ആകുമ്പോഴേക്ക് ഇവിടെ വരും. അപ്പം ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പൊ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിട്ട് വേണം ചായ ഒക്കെ കുടിക്കാൻ. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെ ഹെയർ ആണ് സെറ്റ് ചെയ്യുന്നത്. ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ഒരു ഹെയർ സിറാണ് കേട്ടോ. കാണുന്നില്ലേ? ഇതിൽ മെയിൻ കണ്ടന്റ് വന്നിട്ട് ഓർഗാനിക് ആർഗൻ ഓയിലും അതേപോലെ തന്നെ ലാവൻഡറും ആണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക്. കാരണം ഞാൻ ഈ ഷാമ്പൂ ഒക്കെ ഇട്ട് പോകുന്ന സമയത്ത് മുടി നന്നായിട്ട് പാറി കിടക്കും. ആ ഫ്രിസിനെസ്സും ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ പാറൽ സാധനങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്, ഹെയർ നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ജസ്റ്റ് ഹെയർ ഒന്ന് മാടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സെറം ഇടാന്ന് കരുതുകയാണ്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് കയ്യിലെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ടെക്സ്ചർ വന്നിട്ട് ഭയങ്കര ഓയിലി അല്ല, പക്ഷെ ഒരു ലിക്വിഡ് ഫോമും അല്ല, ഒരു പ്രത്യേകതരം സ്ട്രക്ചറാണ്. ഞാൻ എൻ്റെ ഹെയറിൽ ടിപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഇങ്ങനെ ഭയങ്കര പാറി നിൽക്കുന്ന ഹെയർ നമുക്കൊന്ന് ഒതുങ്ങി നിൽക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഹെയർ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോംബ് യൂസ് ചെയ്തിട്ടൊന്ന് ചീകി എടുക്കാം. അപ്പൊ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെയറൊക്കെ ഞാൻ നന്നായിട്ട് മാടി വൃത്തിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഹെയർ ഫ്രീ ആയിട്ട് അഴിച്ചിടാന്നാണ് കരുതുന്നത്. കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഗൗണിലേക്ക് രസം ഉണ്ടാവുക ഫ്രീ ആയിട്ട് ഇടുന്നതായിരിക്കും. സോ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ സെറ ഇട്ടതുകൊണ്ട് തന്നെ ഹെയർ ചീകിയ സമയത്ത് നല്ല നീറ്റായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പം ഹെയർ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്കിൻ കെയറിലേക്ക് എടുക്കാം. അപ്പം ഞാൻ ഹെയർ സെറം എൻ്റെ കയ്യിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തരാം. ഇല്ലാന്നാണെങ്കിൽ എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ഇപ്പം തന്നെ ഒരാൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേയിലാണ്. അപ്പം പിമ്പിൾസ് വരാതിരിക്കാൻ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ കൈ വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ കൈയൊക്കെ വാഷ് ചെയ്ത് വന്നു. അപ്പം നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് മോയ്സ്ചറൈസറിൽ നിന്നാണ്. ഇതാണ് കേട്ടോ മോയ്സ്ചറൈസർ. എലോവേറിൻ്റെ മോയ്സ്ചറൈസറാണ് ഇത്. എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് തന്നതായിരുന്നു. എൻ്റെ സ്കിൻ പ്രോബ്ലംസ് ഞാൻ കാണിച്ച സമയത്ത് സൺടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡെർമറ്റോളജിസ്റ്റ് തന്ന എന്തോ കിളി പോയിട്ട് വരും തോന്നുന്നു. ഓക്കെ, അപ്പം ഡെർമറ്റോളജിസ്റ്റ് തന്ന മോയ്സ്ചറൈസറാണിത്. നമുക്ക് മുഖത്തൊക്കെ തേച്ചെടുക്കാം. അപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീൻ ആണ്. എക്കോളജിക്കലിന്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെപ്പോഴും 3 ഫിംഗർ റൂളൊക്കെ വെച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ 2 ഫിംഗറിൽ തന്നെ 3 ഫിംഗർ റൂൾ. വെള്ളത്തിന്റെ സൗണ്ട് ആക്കില്ലേ? ഇവിടെ മോട്ടർ പറഞ്ഞാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ സൺസ്ക്രീൻ ഇടാണ്. എനിക്ക് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഞാൻ ഫാൻ ഇട്ടിട്ട് വരാം. സൺസ്ക്രീന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഒരു മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ ആയിട്ട് വരെ ബേസിക് സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും എന്തായാലും അറ്റ്ലീസ്റ്റ് അതെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഞാൻ ഫേസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫേസ് അബ്സോർബ് ചെയ്യുന്ന രീതിയിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ സ്കിന്നിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പം സൺസ്ക്രീൻ ഇപ്പോൾ ഒന്നും കൂടെ മുഖം ഒന്ന് ഒരു ഹെൽത്തിയർ ആയ പോലത്തെ ഒരു ഫീൽ എനിക്കുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഈ ബ്യൂട്ടി ക്രീമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ മുന്നേ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇതാണ് ഇനി യൂസ് ചെയ്യുന്നത്.
ഞാൻ എന്തെങ്കിലും ഫങ്ഷൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിനോ പോകുമ്പോഴാണ് ബേസിക്കലി ഈ ക്രീം യൂസ് ചെയ്യാറുള്ളത്. വേറെ ഫൗണ്ടേഷൻസോ കൺസീലേഴ്സോ ഒന്നും ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല. മൊത്തത്തിൽ ഒരു ഓവറോൾ ക്രീമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒറ്റ ക്രീം വെച്ചിട്ടാണ് കേട്ടോ. ഇത് ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊന്ന് ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ ഒരു നല്ല ഫിനിഷ് തരാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓവറായിട്ടൊരു ഓയിലി ആയിട്ട് നിൽക്കേ അങ്ങനെയൊന്നും ചെയ്യില്ല. ജസ്റ്റ് ഒരു നമ്മുടെ സ്കിന്നൊന്ന് ലോക്ക്ഡ് ആയ പോലത്തെ ഒരു ഫീല് കിട്ടാറുണ്ട്. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാറുണ്ട്, എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഒരു കൺസീലറോ ഫൗണ്ടേഷൻസോ ഒന്നും യൂസ് ചെയ്യാറുമില്ല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിൻ ടോണ് വരെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫേസിലിടുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നെക്കിലും ക്രീം യൂസ് ചെയ്യുക. അപ്പം നെക്കിലും നിങ്ങൾ എന്ത് ക്രീമാണോ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കഴുത്തിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ഐബ്രോ ത്രെഡ് ചെയ്തിട്ടില്ല. അന്ന് ലാസ്റ്റ് ചെയ്തത് കുറച്ച് ദിവസം മുന്നേ, പക്ഷേ അല്ല ഒരു മാസമൊക്കെ ആയിട്ട് ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഐബ്രോ പെൻസിൽ എടുത്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനാണ് കരുതുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഐബ്രോ പെൻസിൽ. ഒരു ബ്രൗൺ കളറാണ് കേട്ടോ. ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് ലിപ് ലൈനർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ലിപ് ഷെയ്ഡിനൊരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് കണ്ണ് എഴുതിട്ട് വരാം. കണ്ണട നോക്കി ചെയ്താൽ സെറ്റ് ആവില്ല. സിഗ്നൽ പോയി എഴുതിട്ട് വരാം. അപ്പോൾ ഞാൻ കണ്ണെഴുതി. ഞാൻ മുകളിൽ കണ്ണെഴുതിയിട്ടുണ്ട്, പിന്നെ ഒരു ആടപ്പരത്തിന് താഴെ കണ്ണെഴുതിയിട്ടുണ്ട്. താഴെ കണ്ണെഴുതിയില്ലെങ്കിൽ കണ്ണ് ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്യും. സോ ജസ്റ്റ് ഒരു ലൈന് മാത്രം താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ കണ്ണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക്ക് ഇടണം. ഇത് പൊട്ടിടണോ ഇടണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പൊട്ട്. ഞാൻ പൊതുവെ ഈ ഡ്രസ്സ് ഞാൻ പൊട്ടിടാറില്ല. പക്ഷെ ഇപ്പോൾ പൊട്ട് എന്ന് പറയുന്ന സാധനം എൻ്റെ കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. അത് തൊടാൻ പറ്റാത്തത് താല്പര്യമില്ലെന്നാണ് പൊട്ടത്. ഓക്കെ, അപ്പോൾ പൊട്ടിട്ടിട്ടുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് ഇടാം. ഇതാണ് ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക്. ഇത് ലാക്മേയുടെ ലിപ്സ്റ്റിക്കാണ്. ന്യൂബ്രീമൽ എന്നുള്ള ഷെയ്ഡാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി തീർന്നിട്ടുണ്ട്, പക്ഷേ പിന്നെ നമുക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. മൊത്തത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിന്ന് വേണം പറയാൻ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ട്രോപ്പ് ക്രീം തേച്ചിട്ടുണ്ട് കേട്ടോ. NYBൻ്റെ സ്ട്രോപ്പ് ക്രീം തേച്ചിട്ടുണ്ട്. ഈ രണ്ട് സാധനങ്ങളാണ് എക്സ്ട്രാ ഞാൻ ചെയ്ത സാധനങ്ങൾ. സ്ട്രോപ്പ് ക്രീം കാണിച്ചത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ള സ്ട്രോപ്പ് ക്രീം. അത് തേച്ച് കഴിയുമ്പോൾ നമുക്ക് മുഖത്ത് ഭയങ്കര ഒരു ഗ്ലോ ഫീലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ തലയിൽ നിന്ന് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് വൈറ്റ് ആണ് രസം എന്ന് കരുതിയിട്ട്. ഇനി നമുക്ക് ഇയറിങ്സ് ആക്സസറീസ് ഒക്കെ സെറ്റ് ചെയ്യണം. ഇത് എൻ്റെ കമ്മലാണ്. ഇതൊക്കെ ഞാൻ ഒഴിവാക്കി വേറെ കമ്മലിടാം. കമ്മലും മാലയൊക്കെ സെറ്റ് ചെയ്യണം. ഏതാടല്ലേ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ മാലയാണ് കേട്ടോ ഇടുന്നത്. ഇത് കാണുന്നുണ്ടോ? ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് നമുക്കിങ്ങനെ ഈ ഹാർട്ട്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും കാണുന്നില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്യാനും പറ്റും. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് മാലയാണ്. അപ്പം ഞാൻ കരുതി ഇത് തന്നെ ഇന്ന് ഇടാമെന്ന്. ഈ ചെയിൻ ഈ ഒരു ഡ്രസ്സിന് ഇത് നല്ല ഭംഗി ഉണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. യെസ്, അപ്പം ഞാൻ ഇത് ഇടട്ടെ. അപ്പം മാല ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കണക്റ്റായിട്ട് കിടക്കും. കമ്മൽ ഞാൻ കുറേ തപ്പി നോക്കി, പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതെൻ്റെ അനിയത്തി എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇത് മാത്രമല്ല, ഇതിന് ഇവിടെ ഒരു സെറ്റ് ഒരു 6 or 7 കമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്നും ഓരോ സ്ഥലത്താണ്. പിന്നെ ചിലതൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തുപോയി, അങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചു. ഓക്കെ, അപ്പം ഇതാണ്, ഈ കമ്മലാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പിന്നെ ഞാൻ അലമാര തുറന്നപ്പോൾ ഇങ്ങനെ 2 ക്ലിപ്പ് ഉണ്ട്, സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സൈഡ് മാത്രം സെറ്റ് ചെയ്ത് വെച്ചാലോ എന്നുള്ളത്. ഹെയർ ഒന്ന് ശ്രമിച്ച് നോക്കി നോക്കാം നമുക്ക്. ചൂടെടുക്കുന്നുണ്ട് ഇങ്ങനെ ഓപ്പണാക്കി ഇടുന്നതെന്ന് മാത്രമല്ല എങ്ങനെയും ചൂടെടുക്കാനുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. രസം ഉണ്ടാവുമെന്ന് അറിയില്ല.
ജസ്റ്റ് മുകളിലത്തെ പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ ക്ലിപ്പ് ഇട്ടിടാം. ഇതാണ് ഹെയർ സ്റ്റൈൽ കേട്ടോ. ഞാൻ രണ്ടും ആദ്യം ട്വിസ്റ്റ് ചെയ്തിട്ട് ഹെയർ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ബാക്ക് സൈഡ് കാണിച്ചത് ഹെയറിൻ്റെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, എന്തൊക്കെ ഈ വീഡിയോയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നൊന്നും അറിയില്ല. മൊത്തത്തിലൊരു എന്താ പറയുക, ജഗമൊക്കെയായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വേണം വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫംഗ്ഷനൊക്കെ പോയിട്ട് വരാം. ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബൈ.